അതെ, ഇന്ന് 2025 പുണ്യമാസമായ റമദാൻ തുടക്കമാണേ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കൊച്ചടുക്കളയുടെയും റമദാൻ ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ്റെ സ്പെഷ്യലായിട്ട് ഒരു നോമ്പുതുറ സ്പെഷ്യൽ ചിക്കൻ പക്കോടയാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ചിക്കൻ പക്കോട ചെയ്യാനായിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഓരോ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ. ഇനിയിപ്പോൾ അതിൻ്റെ മസാലക്കൂട്ടിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ചിക്കൻ പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തു. ഒരു ശകലം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത്തിരി സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്തു. സോയ സോസ് ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് കോൺഫ്ലോർ ചോളപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത്തിരി കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ശകലം കൂടുതൽ എടുക്കണം. നമ്മൾ ചിക്കൻ പക്കോട ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു ബാറ്റർ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചിക്കൻ പക്കോടയ്ക്ക് കൂടുതൽ വേണ്ടത് ആ ഒരു കൂട്ട് തന്നെയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് കുറച്ച് വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാകത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. മുട്ട ചേർത്തിട്ടാണെങ്കിലും കുഴച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കുമ്പോഴത്തേനും ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിക്കിരിക്കാനും പാടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരു അവസ്ഥയിൽ വേണം നമ്മളൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കനിൽ ആ ഒരു കൂട്ടിങ്ങനെ പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് വെള്ളം പാകത്തിന് നോക്കി നോക്കി മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. അപ്പം പൊടി നമ്മൾ എടുത്തത് കുറവാണെന്ന് തോന്നുകയോ അല്ലെങ്കിൽ ഇത്തിരി കൂടിപ്പോയാലും നമുക്ക് പൊടി കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതായത് നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് ആ ഒരു മിക്സെല്ലാം ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കുന്ന പോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാവേ. ഞാൻ തീർത്തും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കന് മുറിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ചെറുതാക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കാൻ വെക്കണം. ഇപ്പോൾ നമ്മൾ അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അത് ആ ഒരു കൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി അതിനകത്ത് എണ്ണയെല്ലാം നന്നായിട്ട് തിളച്ച് കിടക്കുവാണ്. ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാവേ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ സ്നാക്സിൻ്റെ ഐറ്റത്തിൽ നമുക്ക് ഈ ഒരു ചിക്കൻ പക്കോട നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. മാത്രമല്ല ചിക്കൻ പക്കോട ആകുമ്പോഴേക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അത്രയ്ക്കും രുചിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ പക്കോട നല്ലൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അതങ്ങ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ചിക്കൻ പക്കോടയുടെ. കാരണം ഇനിയിപ്പം ഇതിൽ എന്തെങ്കിലും സാധനങ്ങൾ കുറവാണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാവുന്ന സാധനങ്ങൾ സ്കിപ്പ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ് നമ്മുടെ ചിക്കൻ പക്കോട എന്ന് പറയുന്നത്. മാത്രമല്ല രുചിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല.
അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ഉള്ളുഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറം നല്ല ക്രഞ്ചി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.